ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള ഒരു 2 എക്സാമ്പിളും കൂടി നോക്കാം റിലേഷൻസിൻ്റെ. എക്സാമ്പിൾ 2 പറയുന്നത് എന്താണ്? ലെറ്റ് ടി ബി ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ വിത്ത് ആർ എ റിലേഷൻ ഇൻ ടി ഗിവൺ ബൈ ആർ ഈസ് ഈക്വൽ ടു T1 T2. T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T2. ഷോ ദാറ്റ് ആർ ഈസ് ആൻ ഈക്വലൻ്റ് റിലേഷൻ. അപ്പോൾ തന്നേക്കുന്ന എന്താ? ടി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആണ് തന്നേക്കുന്നത്. കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. 10th SAS-ഉം SSS-ഉം SAS-ഉം ഒക്കെ വെച്ചിട്ട് കോൺഗ്രുവൻസി പ്രൂവ് ചെയ്തിട്ടുണ്ട്. തിയറംസ് ഒക്കെ വെച്ചിട്ട്. അതുപോലെ തന്നേക്കുന്ന കുറച്ച് ട്രയാങ്കിൾസ് എല്ലാം എന്താണ്? കോൺഗ്രുവൻ്റ് എന്നാണ് പറഞ്ഞത്. അതിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് ഈക്വലൻസ് റിലേഷൻ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയായിരിക്കും? ആർ ഈസ് റിഫ്ലെക്സീവ്. ഇതിപ്പോൾ ഈക്വലൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് എങ്ങനെ പറയാം? സിൻസ് എവറി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇറ്റ്സെൽഫ്. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് 2 ട്രയാങ്കിൾ T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T2 ആണെന്ന്. എന്ന് പറയുമ്പോൾ എന്താ? T1ഉം T2ഉം കോൺഗ്രുവൻ്റ് ആണ്. അതുപോലെ തന്നെ T1 അതിനോട് തന്നെ കോൺഗ്രുവൻ്റ് ആണ്. അങ്ങനെയാകുമ്പം ആർ എന്താവും? റിഫ്ലെക്സീവ് ആവും. ആണല്ലോ. ഇനി ദാറ്റ് ഈസ് T1 T2 ദാറ്റ് ഈസ് എലമെൻറ്റ് ഓഫ് ആർ. ഇനി എന്ത് വേണം? നമുക്കിനി എടുക്കേണ്ടത് സിമിട്രിക് എന്നാണ്. സിമിട്രിക്കിന് നമ്മൾ 2 എടുക്കണമല്ലോ. അപ്പോൾ T1 ഉം T2 എടുത്തു. T1 T2 2 കോൺഗ്രുവൻറ്റ് ട്രയാങ്കിളാണ്. ദാറ്റ് ആർ ഓൾ എലമെൻറ്റ് ഓഫ് ആർ. ഇനി T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T2 ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് T2 ഈസ് കോൺഗ്രുവൻറ്റ് ടു T1. ദാറ്റ് മീൻസ് T1 ഈസ് ഓൾസോ എലമെൻറ്റ് ഓഫ് ആർ അല്ലേ? അപ്പോൾ T1 T2 2 ട്രയാങ്കിൾ എടുക്കുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതെല്ലാം എന്താണ്? സെറ്റ് ഓഫ് ഓൾ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ T1 T2 എന്നുള്ള 2 ട്രയാങ്കിൾ അതിൽ നിന്ന് എടുത്തു. ആ 2 ട്രയാങ്കിൾ T1 T2നോട് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ T2 T1നോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് സിമെട്രിക് റിലേഷൻ ആയല്ലോ. ഇനി നമുക്കിനി ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം? 3 ട്രയാങ്കിൾസ് എടുക്കണം അല്ലേ? അപ്പോൾ T1 T2 T2 T3 എടുത്തു. T1 T2നോട് കോൺഗ്രുവൻ്റ് ആണ്. T2 T3യോട് കോൺഗ്രുവൻ്റ് ആണ്. ഇതെല്ലാം എന്താണ്? എലമെൻറ്റ് ഓഫ് റിലേഷൻ ആർ ആണ്. ദെൻ T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T2 ഈസ് കോൺഗ്രുവൻറ്റ് ടു T3 ആണെങ്കിൽ T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T3 ആയിരിക്കും. കാര്യം എന്താ? എല്ലാം കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസിൻ്റെ സെറ്റാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എല്ലാ ട്രയാങ്കിൾസും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T3. ദാറ്റ് ഈസ് ഓൾസോ എലമെൻറ്റ് ഓഫ് ആർ. ദെർഫോർ ആർ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഈക്വലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് ടേം എക്സാമിനൊക്കെ ഉറപ്പായിട്ടും ചോദിക്കും. ചില ടൈമിൽ നമ്മുടെ ബോർഡ് എക്സാമിനും ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ 3 നോക്കാം. എക്സാമ്പിൾ 3 ഈ 2 ക്വസ്റ്റ്യനും നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ റിലേഷനിൽ. അപ്പം എക്സാമ്പിൾ 3 ലെറ്റ് L be the set of all lines in a plane and R be the relation L defined as R is equal to L1 L2 such that L1 is perpendicular to L2. Show that R is symmetric but neither reflexive nor transitive. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്? L എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ ദറ്റ് പ്ലെയിൻ. ഇപ്പോൾ ഇവിടെ 3 ലൈൻസാണ് തന്നിട്ടുള്ളത് അല്ലേ? L1 L2 L3. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഗ്രൂപ്പാണ് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ആണ് L എന്ന് പറയുന്നത്, ക്യാപിറ്റൽ L. അപ്പോൾ ഇതിനകത്ത് L1ഉം L2ഉം പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. L1 പെർപെൻഡിക്കുലർ ആണ്, L2 എന്നാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? R എന്നുള്ള റിലേഷൻ സിമെട്രിക് ആണ്, ബട്ട് റിഫ്ലെക്സീവോ അല്ല ട്രാൻസിറ്റീവോ അല്ല. എങ്ങനെ പ്രൂവ് ചെയ്യും? R എന്നുള്ളത് റിഫ്ലെക്സീവ് അല്ല എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? അപ്പം L1 എന്നുള്ള ഫസ്റ്റ് ലൈൻ എടുത്തു. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്താവണം? L1 തന്നെ പെയർ ആയിരിക്കണ്ടേ? L1 എന്നുള്ളത് ഒരു പെയർ ആയിരിക്കണം, എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പറ്റുമോ? L1 എന്നുള്ള ലൈൻ എടുത്തു. L1 അതിനോട് തന്നെ ആവണമെങ്കിൽ പെർപെൻഡിക്കുലർ എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ പെർപെൻഡിക്കുലർ എന്നാണ്. അപ്പോൾ L1 തന്നെ പെർപെൻഡിക്കുലർ ആവത്തില്ല. അപ്പോൾ എന്താ? അത് L1 എന്നുള്ളൊരു റിലേഷൻ എന്നുള്ളൊരു പെയർ അതിൽ വരില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഓക്കെ ആണോ? L1 എന്നുള്ളത് L1 ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു L1. ദാറ്റ് മീൻസ് L1 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഓക്കെ, ദാറ്റ് മീൻസ് R ഈസ് നോട്ട് reflexive. Then symmetric. What about symmetric?
L1 പെർപെൻഡിക്കുലർ ടു L2 ആണ്. മീൻസ് L2 ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു L1 ആയിരിക്കും. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ L1 L2വിന് പെർപെൻഡിക്കുലർ ആണ്, L2 L1നും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ വരുമ്പോൾ എന്താ, നമുക്ക് L1 L2 എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ്, L2 L1 ഈസ് ഓൾസോ എലമെൻറ്റ് ഓഫ് ആർ. ഓക്കെ, ഇതാണ് L1 L2 എലമെൻറ്റ് ഓഫ് ആർ, ദാറ്റ് ഈസ് L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. തിരിച്ചും പറയാമല്ലോ, L2 പെർപെൻഡിക്കുലർ ടു L1 ആകുമ്പോൾ L2 L1 എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറയാം. ദാറ്റ് മീൻസ് ഇത് രണ്ടും ആറിലെ എലമെൻ്റ് ആണ്. മീൻസ് എന്താ, ഇത് സിമെട്രിക് ആണ്. ഓക്കെ, ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് എങ്ങനെ അറിയാം? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 ആണ് അല്ലേ. ഇനി L2 ഈസ് പെർപെൻഡിക്കുലർ ടു L3. ഇനി എന്താണ് ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L3 ആയിരിക്കണം. ആണോ? അല്ല, L1 ഈസ് പാരലൽ ടു L3 ആണ് ഇല്ലേ. L1ഉം L3യും കണ്ടോ, പാരലൽ ലൈൻസ് ആണ്, പെർപെൻഡിക്കുലർ ലൈൻസ് അല്ല. അങ്ങനെ ആകുമ്പോൾ എന്താ, നമുക്കത് ട്രാൻസിറ്റീവ് ആവത്തില്ല. അപ്പോൾ നമ്മുടെ റിലേഷൻ എന്താണ്? R1 എന്നുള്ളത് റിഫ്ലെക്സീവും അല്ല, ട്രാൻസിറ്റീവും അല്ല, ബട്ട് സിമെട്രിക് ആണ്. ഓക്കെ, ഇത് ഈ പെർപെൻഡിക്കുലർ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്, പെർപെൻഡിക്കുലറിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്. ഓക്കെ ആണല്ലോ.